ഉണ്ടെങ്കിൽ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചാൽ മതി എന്നൊക്കെ സോറിയാണ് തൃശ്ശൂർക്ക് ഒരു തെറ്റുപറ്റി. ഈ പൂണൂലിട്ട വർഗത്തിനോട് അടുത്ത ജന്മത്തിൽ പൂണുനൂലിടുന്ന വർഗത്തിൽപ്പെട്ട് മന്ത്രിമുഖ്യനാവണം. നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? സുഹൃത്തുക്കളെ, വേടൻ കഴിഞ്ഞ ദിവസം അരുൺകുമാറുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം പറഞ്ഞതാണ് ഈ ഒരു കാര്യങ്ങൾ. ഇതിന്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ തൃശ്ശൂർ വന്നിട്ട് നീ ഒന്ന് ഇലക്ഷൻ നിൽക്കടാ എന്നുള്ള ചോദ്യം വേടനോട് ചില ആളുകളൊക്കെ ഓൺലൈനിൽ ചോദിച്ചിരുന്നു. സുഹൃത്തുക്കളെ, യേശുദാസ്, MG ശ്രീകുമാർ, വേടൻ, ഞാൻ ഇവിടെ പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് കാര്യമാണ്. ഒരു തരത്തിൽ അത് അങ്ങനെ ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാം. എങ്കിലും സുഹൃത്തുക്കളെ, നമുക്ക് ആദ്യമായിട്ട് നമുക്ക് യേശുദാസിനെ എടുക്കാം. വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാതെ നമ്മൾ ഒരു ദിവസം പോലും നേരം പോലെ മുന്നോട്ട് പോകുന്നില്ല നമുക്കൊക്കെ പറയാം. ഇദ്ദേഹം ആദ്യമായിട്ട് കാൽപ്പാടുകൾ എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് ആദ്യമായിട്ട് ഇദ്ദേഹം പാടുന്നത്. അതിലത്തെ എല്ലാ പാട്ടുകളും പാടാൻ അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നുവെങ്കിലും ജലദോഷം കാരണം വളരെ കുറച്ച് പാട്ടുകൾ മാത്രമേ പാടിയുള്ളൂ. ഒരു ഗാനം മാത്രമേ പാടിയുള്ളൂ. അതാണെങ്കിൽ ജാതിഭേദം മതദോഷം. നമ്മുടെ ഗുരുദേവ കീർത്തനാണ് ഇദ്ദേഹം അന്ന് പാടിയത്. ജാതിഭേദം മതദോഷം ഏതുമില്ലാതെ സർവരും. അങ്ങനെ ഒരു ഗംഭീര സാധനമാണ് അദ്ദേഹം അന്ന് പാടിയത്. അന്ന് മുതൽ തുടങ്ങിയതാണ് യേശുദാസ് നമ്മുടെ ഈ ഒരു സിനിമാ ലോകത്ത്, നമ്മുടെ പാട്ട് ലോകത്ത് നമ്മുടെ മുമ്പിൽ അങ്ങനെ ഉണ്ട്. അപാരമായിട്ട് നമ്മളെല്ലാവരും, മലയാളികൾ എല്ലാവരെയും അത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്ത് വേറൊരു പാട്ടുകാരനില്ല നമുക്ക് പറയാം, അത് യേശുദാസാണ്. എന്നാൽ നമുക്ക് വേടനിലേക്ക് ഒന്ന് വരാം. രണ്ടാമതായിട്ട് നമുക്ക് സംസാരിക്കാനുള്ളത് MG ശ്രീകുമാറാണ്. ഒരുപക്ഷെ യേശുദാസ് കഴിഞ്ഞാൽ എന്ന രീതിയിലൊക്കെ നമ്മുടെ മലയാളത്തിൽ നല്ല പാട്ടുകളൊക്കെ പാടി പോകുന്ന ഒരാളാണ് MG ശ്രീകുമാർ. അതുപോലെ 83 ഇദ്ദേഹം മമ്മൂട്ടിയുടെ കൂലി എന്ന് പറഞ്ഞ സിനിമയോട് കൂടിയിട്ടാണ് ഇദ്ദേഹം നമ്മുടെ പാട്ട് ഗാന രംഗത്ത് വരുന്നത്. കർണാടക സംഗീത ബേസ് ഈ രണ്ടു പേർക്കുണ്ട്. യേശുദാസിനുണ്ട്, നമ്മുടെ MG ശ്രീകുമാറും. കർണാടക സംഗീതത്തിന്റെ ബേസ് അത്യാവശ്യമുണ്ട്. യേശുദാസിന്റെ അപ്പൻ ഒരു നല്ല പാട്ടുകാരനായിരുന്നു. നമ്മുടെ MG ശ്രീകുമാറിന്റെ വീട്ടില് ഏട്ടനൊക്കെ നല്ല സംഗീത സംവിധായകരും മറ്റും ഒരു ഗ്രേറ്റ് സംഗീതത്തിന്റെ ഒരു വലിയ പാത അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോഴും അവരെ മരുമക്കളും അങ്ങനെ ഒരു വലിയ പാത അവിടെ കിടക്കുന്നുണ്ട്. അവിടെ കിടക്കട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷമാണ് നമ്മൾ വേടെന്ന് പറയുന്ന മനുഷ്യൻ വരുന്നത്. ഇപ്പോഴും ഏറ്റവും പുതിയത്. എത്രയോ കാലമായിട്ട് നമ്മുടെ പാട്ട് രംഗത്ത്, ഗാനമേള രംഗത്ത് ഈ രണ്ടു പേരും ഉണ്ട്. മലയാള സിനിമ രംഗത്തുണ്ട്. ഇപ്പൊ വേടനുണ്ട്. എന്താണ് വേടന് ഈ രണ്ടു പേരെയും അപേക്ഷിച്ച് വേടന് മാത്രമുള്ള ഒരു പ്രത്യേകത എന്ത് എന്നുള്ള എൻ്റെ ചോദ്യം. എൻ്റെ ചോദ്യം ഇതാണ്. യേശുദാസും ഒപ്പം തന്നെ MG ശ്രീകുമാറും വേടനും എലക്ഷൻ നിൽക്കുകയാണെങ്കിൽ, ഇനിയിപ്പോ സുരേഷ് ഗോപിച്ചേട്ടനെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെ തൃശ്ശൂര് ഒരു എലക്ഷൻ വയ്ക്കുന്നു. അതിൽ മത്സരിക്കാൻ നമ്മുടെ വേടനുണ്ട്, നമ്മുടെ MG ശ്രീകുമാറുണ്ട്, യേശുദാസുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞു ഇത് അവഹേളിക്കാനും മറ്റൊന്നും ഹൈപ്പത്തറ്റിക്കൽ സാധനം. ചില രാഷ്ട്രീയ കാര്യങ്ങൾ പറയുക മാത്രമാണ് എൻ്റെ ലക്ഷ്യം കേട്ടോ. നിങ്ങൾ ഉത്തരം ഞാൻ മാന്യമായിട്ട് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വേടനും യേശുദാസും ഒപ്പം തന്നെ MG ശ്രീകുമാർ എലക്ഷൻ നിന്നു വരിക. എൻ്റെ ചോദ്യം ഇതാണ്, ആര് ജയിക്കും? സിംപ്ലി, പാർട്ടികളൊന്നുമില്ലെങ്കിലും ആര് ജയിക്കും? ഞാൻ പറയുകയാണെങ്കിൽ ജയിക്കുക അത് വേടനായിരിക്കും എന്നാണ് ഞാൻ പറയുക കേട്ടോ. എത്ര തന്നെ ഇവിടെ നമ്മുടെ മലയാളികൾക്കുള്ളിൽ അപാരമായിട്ടുള്ള സ്നേഹത്തോടെ യേശുദാസ് എന്ന് പറയുന്ന മനുഷ്യനുണ്ടെങ്കിൽ, എത്ര തന്നെ സ്നേഹത്തോടെ MG ശ്രീകുമാറിന്റെ പാട്ടുകൾ ആസ്വദിക്കുകയും കേൾക്കുകയും അത് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിലും മിക്കവാറും വേടനായിരിക്കും ചിലപ്പോൾ ഇവിടെ ജയിക്കാൻ സാധ്യത. അത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞുതരാം. ഏറെക്കാലമായി യേശുദാസ് നമ്മുടെ മലയാളക്കരയിലുണ്ട്. ഒരിക്കൽ പോലും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ഇടപെടൽ തൻ്റെ പാട്ടിലൂടെ അദ്ദേഹം ചെയ്തിട്ടില്ല. ഒരു സാമൂഹ്യപരമായിട്ടുള്ള ഒരു ഇടപെടൽ തൻ്റെ പാട്ടിലൂടെ അദ്ദേഹം ചെയ്തിട്ടില്ല. നമുക്ക് MG ശ്രീകുമാറിനെ എടുക്കാം. അദ്ദേഹം പറഞ്ഞ പോലെ 40-45 വർഷമായി ഈ ഒരു ഫീൽഡിലുണ്ട്. ഇപ്പോഴും പുലയങ്കാലത്ത് 4 മണിക്ക് നീച്ചിട്ടൊക്കെ സാധകം ചെയ്യുന്ന ഒരാളാണ്. ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്, പാട്ടിന്റെ ഭാഗമാണ്, സ്വരത്തിന്റെ ഭാഗമാണ്. ലെറ്റ് ഇറ്റ് ബി. ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്, യേശുദാസിന് ശേഷം നമ്മുടെ MG ശ്രീകുമാറെ ഒരു തരത്തിലും ഒരു സ്റ്റേജ് പ്രോഗ്രാമിൽ, എത്രയോ സ്റ്റേജ് പ്രോഗ്രാം നടത്തുന്ന ഒരാളാണ്. എത്രയോ TV-യിൽ അദ്ദേഹം പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്, ഇന്റർവ്യൂസ് നടത്തിയിട്ടുണ്ട്, ചില ഷോകളൊക്കെ അദ്ദേഹം ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഒരിക്കൽ പോലും രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു അഭിപ്രായം MG ശ്രീകുമാർ പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും.
അങ്ങനെ തൻ്റെ ചുറ്റുമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ, സാമൂഹിക സാഹചര്യങ്ങളെ കുറിച്ചിട്ട് ഒരു തരത്തിലും ഇടപെടാതെ സ്വന്തം കാര്യം മാത്രം നോക്കി, സ്വന്തം സംഗീത സഭ്യതയെ മാത്രം നോക്കി, തൻ്റെ പാട്ടുശാഖയും തൻ്റെ സിനിമാ പാട്ടുകളും ആ സൗഹൃദങ്ങളും മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേടൻ യേശുദാസിനെ പോലുള്ള ആളുകൾ മുഴുവൻ ചെയ്തത്. നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക പാട്ടുകാർ മുഴുവൻ ചെയ്തത് അതാണ്. എന്നാൽ ഈ അടുത്ത കാലത്തേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഹരീഷ് ശിവരാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരൻ, പിന്നീട് നമ്മുടെ ഇപ്പൊ വേടൻ എന്നീ പറയുന്ന ഈ ഒരു പുത്തൻ കാലഘട്ടത്തിലെ ചില പാട്ടുകാരെ, അതുപോലെ ആ പാട്ടുകാരുടെ പേര് മറന്നുപോയി, ആ ഒരു പാട്ട് പാടിയ മനുഷ്യൻ, ആ ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു ആലായൽ തറ വേണ്ട, അടുത്തൊരമ്പലം വേണ്ട, ആലിന്നു ചേർന്നൊരു കുളവും വേണു, ആലായൽ തറ വേണു, അടുത്തൊരമ്പലം വേണു, ആലിന്നു ചേർന്നൊരു കുളവും വേണു എന്നൊക്കെ രീതിയിലൊക്കെ ഒരു പാട്ടൊക്കെ പാടിയ സൂരജ് എന്ന് പറയുന്ന പാട്ടുകാരൻ. ഇവരൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ അടുത്ത പുതിയ കാലത്ത് ഈ പാട്ടുകാരൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, അവർ രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും നമ്മുടെ സാമൂഹ്യ പ്രശ്നങ്ങളെല്ലാം പാട്ടിലൂടെ ഇടപെടുന്നുണ്ട്. നമുക്ക് ആരായാൽ തറ വേണോ എന്ന് ചോദിക്കുന്നത്, അടുത്തൊരു അമ്പലം വേണോ എന്ന് ചോദിക്കുന്നത്, അതിന്റെ തൊട്ടടുത്തൊരു കുളം വേണോ എന്ന് ചോദിക്കുന്നത്, നമുക്ക് ഇങ്ങനെയൊക്കെ വേണോ, രാജാവായി ഇങ്ങനെ ആവണോ, മന്ത്രിയായാലും ഇങ്ങനെ ആവണോ എന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹം ആ ഒരു പാട്ടിനെ റീക്രിയേറ്റ് ചെയ്തായിരുന്നു. വേടൻ അതുപോലെ തന്നെ സാമൂഹ്യ പ്രശ്നങ്ങളൊക്കെ ശക്തമായി ഇടപെടുന്നു. പക്ഷേ വേടൻ പാടുമ്പോൾ അത് ജാതി പ്രശ്നമായിട്ട് ആളുകളൊക്കെ വ്യാഖ്യാനിക്കപ്പെടുന്നു. അത് എവിടെ ജാതി പറഞ്ഞു എന്ന് ഞാൻ വീണ്ടും ചോദിക്കേണ്ടി വരും. ഒരു മനുഷ്യ എഴുതിയൊരു പാട്ട് അദ്ദേഹം അതുപോലെ പാടുന്നത് വേടൻ ജാതി പറയുന്നതാണോ? അല്ലല്ലോ. എന്നാൽ അദ്ദേഹം തന്റെ വാക്കുകളിലൂടെ വേണ്ട ജാതി പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് ജാതി പറച്ചിലല്ല. ഇവിടെ ജാതീയമായ അസമത്വം ഉണ്ട് എന്ന് പറയുന്നത് എങ്ങനെ ജാതി പറച്ചിലായി മാറുന്നത്? അപ്പോൾ ഇവിടുത്തെ സാമൂഹ്യ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് ഇടപെടുന്ന ഒരാള്, വേടനെ പോലുള്ള ആളുകൾ, ഹരീഷ് ശിവരാമകൃഷ്ണൻ ആളുകൾ, അതുപോലെ ആ സൂരജിനെ പോലുള്ള ആളുകളൊക്കെ ഈ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഇടപെടുന്നുണ്ട്. സാമൂഹ്യമായ പ്രശ്നങ്ങൾ ഇടപെടുകയും വർത്തമാനം പറയുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ രീതിയിലൊക്കെ നോക്കുന്ന സമയത്ത് മിക്കവാറും നമ്മുടെ നാട്ടുകാര് വോട്ട് ചെയ്യാൻ ഇടയുണ്ടാവുക തങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് രാവിലെ വൈകുന്നേരം കുറെ നല്ല പാട്ടുകൾ തന്നതുകൊണ്ടല്ല, തങ്ങളെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന, തങ്ങളുടെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടുന്ന, തങ്ങളെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടാൻ കഴിയുമെന്ന് തോന്നുന്ന വേടനായിരിക്കും ഒരുപക്ഷെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നുണ്ടായിരിക്കുക. ഞാൻ മുന്നേ പറഞ്ഞു ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സാധനമാണ്. നിങ്ങളുടെ ഒരു ഉത്തരത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. നിങ്ങളുടെ ഉത്തരം എന്തായിരിക്കും എന്നുള്ളൊരു ഭയങ്കര പ്രതീക്ഷയൊക്കെ എനിക്കുണ്ട്. ഇന്നതായിരിക്കും എന്നൊക്കെ ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. അത് തെറ്റില്ലെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയായാലും സുഹൃത്തുക്കളെ, ഒന്ന് സബ് ചെയ്ത് ഒപ്പം കൂടണം എന്നുള്ള അപേക്ഷയോടെ അവസാനിപ്പിക്കട്ടെ. ബൈ.